പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും ദൈവാത്മാവേ, എന്നെ നയിക്കും നല്ലാത്മാവേ, എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവായ ദൈവമേ കടന്നു വരണമേ. പിതാവായ ദൈവമേ സ്നേഹക്കോട്ട കെട്ടണമേ. യേശു കർത്താവേ രക്തക്കോട്ട കെട്ടണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ അഗ്നിയുടെ കോട്ട കെട്ടി ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. അമ്മ മാതാവേ സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഈശോയെ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ, അങ്ങയെ കെട്ടിപ്പിടിച്ചിരിക്കുവാൻ, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ അങ്ങയോട് ചേർന്നിരിക്കുവാൻ മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പിതാവേ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന സമയം മാത്രമല്ല ജീവിതകാലം മുഴുവൻ അത് ഞങ്ങളെ കൂടിയിരിക്കണം. എപ്പോഴും അങ്ങയുടെ കരങ്ങൾ മുറുകെ പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചാലും. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആമാറോട് ചേർന്നിരുന്നാൽ വരില്ലേ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആമാറോട് ചേർന്നിരുന്നാൽ വരില്ലേ. അന്തിയേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ചൂടുമതി യേശുവിന്റെ കൂടെ മതി. പരിശുദ്ധാത്മാവേ നിറയണമേ. ഞങ്ങളുടെ പ്രിയമണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥം വഴി ഞങ്ങൾ നിറയണമേ. നിറഞ്ഞ് കവിയണമേ, കവിഞ്ഞ് മെഴുകണമേ. ഈശോമിശിഹായിക്ക് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്റെ സ്നേഹമുള്ളവരെ, ഈശോ തന്നെ നമ്മളോട് സംസാരിക്കാനായിട്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. ഇങ്ങനെ കിട്ടിയ മനോഹരമായ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വലിയൊരു ഭാഗ്യമായി പോയി നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഇങ്ങനെ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ കിട്ടിയ ഒരു അവസരം വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരും പ്രാർത്ഥനയോടൊപ്പം ആയിരിക്കും, പ്രാർത്ഥനയിലായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്ന വളരെ ആത്മീയമായിട്ട് വളരെ വളർന്ന വ്യക്തികളാണെന്ന് എനിക്കറിയാം. ഞാൻ വളരെ ദുർബലനും ഭാവിയുമായ ഒരു മനുഷ്യനാണ്. എങ്കിലും എൻ്റെ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. ഞങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഹെലൻ ചേച്ചിയുടെ അടുത്തോട്ടാണ് ഓടുന്നത്. അപ്പം ഞങ്ങളുടെ ഫാമിലി ലൈഫിലും പാരന്റിങ്ങിലും ഒക്കെ പ്രോബ്ലം വരുമ്പോൾ ഞങ്ങളെ മെന്റർ ചെയ്യുന്നത് ഹെലൻ ചേച്ചിയാണ്. ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവ് ഹെലൻ ചേച്ചിയിലൂടെ സഹായിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കുറച്ച് ആത്മീയമായിട്ട് ജീവിക്കാനൊക്കെ സാധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീസസ് യൂത്തിൽ ഉള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് ജീസസ് യൂത്തിൻ്റെ ഫോർമേഷൻ പ്രോഗ്രാമാണ് ശരിക്കും ഞങ്ങളെ കുറച്ച് ജീവിതത്തിൽ കുറച്ച് സ്ട്രോങ് ആക്കിയത്. എല്ലാ ഓൾട്ടർനേറ്റീവ് ഞായറാഴ്ചകളിലും ഹെലൻ ചേച്ചിയുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലും ടെറസിലും ഒക്കെ ആയിട്ട് ഒരു ഫോർമേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കപ്പിൾസ് ഫോർ ക്രൈസ്റ്റ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് 2-3 വർഷത്തോളം നീണ്ടു നിന്ന ടോംസും സീൻ ചേച്ചിയൊക്കെയാണ് ആ പരിശീലനം നൽകിയത്.
അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുറച്ചെങ്കിലും സന്തുലിതമായി പ്രാർത്ഥനയോടുകൂടെയുള്ള ജീവിതം നയിക്കാനായിട്ട് ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ പേരൻറ്റിങ് ദൈവം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഡിജിറ്റൽ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ പേരൻറ്റിങ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. ഞാൻ അതിൻ്റെ ഒരു പവർ പോയിന്റ് ഞാൻ അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഷെയർ ചെയ്താൽ മതി, അത് നോക്കിയാൽ മതിയാണ്. ഞാൻ അതിനകത്ത് പവർ പോയിന്റിലെ പോയിന്റ്സ് നമ്മുടെ എനിക്ക് നൽകിയ നോട്ടിനകത്തുള്ള പോയിന്റ്സ് തന്നെയാണ്. എന്തെങ്കിലും അത് മിസ്സൊക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾ അതിനകത്ത് ആഡ് ചെയ്താൽ മതി. എനിക്ക് ഈ പേരന്റിങ്ങിനെ പറ്റി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ഡിബേറ്റ് ഞാൻ എതിർക്കുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് ടോക്കാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടീച്ചർ. പുള്ളി പറയുമായിരുന്നു, ഐ ഹാഡ് 4 theories of parenting. Now I have 4 children and no theories of parenting. എനിക്ക് പേരന്റിങ്ങിനെ പറ്റി നല്ല 4 പ്രിൻസിപ്പിൾസ്, ഐഡിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് 4 മക്കളുണ്ട്, എനിക്കൊരു പ്രിൻസിപ്പിളും ഇല്ല. കാരണം ഒന്നും എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളുടെയൊക്കെ അനുഭവം എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. ഞാൻ ഓടി നടന്ന ഈ ടൂ മച്ച് ഈ ഗാഡ്ജറ്റ് യൂസിനകത്ത് നിന്നൊക്കെ മാറി നിൽക്കണമെന്നൊക്കെ എന്ത് ചെയ്യുവാണ്, ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഫുള്ള് പിള്ളേർ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോണുമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് പോയി പാത്തിരിക്കും. പിന്നെ ആകപ്പാട് ഇപ്പം വന്നിരിക്കുന്ന ഏക രക്ഷ മുട്ടറപ്പള്ളിയിലെ ഫുട്ബോളാണ്. ഫുട്ബോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും അവർക്ക് വേണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റിങ് എന്ന് പറയുന്ന ദൗത്യം. കാരണം നമുക്കൊരു 3-4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരാളെ മദർ തെരേസയും, ഒരാളെ ജോൺ ബിയാനിയും, ഒരാളെ ചാവറ അച്ഛനും, ഒരാളെ കൊച്ചു ത്രേസ്യ ആക്കി മാറ്റുന്നെന്ന് വിചാരിക്കുക. അതിപ്പോ വേറെ വല്ലതും നമുക്ക് ചെയ്യാനുണ്ടോ ഈ ജീവിതയാത്രയിൽ? ഒന്നും ചെയ്യാനില്ല. അപ്പൊ സാധാരണ എന്താ ചെയ്യുന്നത്, ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കും ഞാൻ ഫെഡറൽ ബാങ്കിലെ മാനേജറാണെന്ന് പറയും. വൈഫിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്ത് പറയും, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാ വീട്ടിലെ അമ്മമാര് എന്ത് ചെയ്യുവാണ്, ഒരു മൾട്ടി ടാസ്കേഴ്സ് ആയിട്ട് അപ്പന്റെ കാര്യം നോക്കുന്നു, അമ്മയുടെ കാര്യം നോക്കുന്നു, ഭർത്താവിന്റെ കാര്യം നോക്കുന്നു, മക്കളുടെ എല്ലാവരുടെയും കാര്യം നോക്കുന്നു, അടുക്കള നോക്കുന്നു, പ്രായമായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാജിക്കലായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ആര്, അമ്മമാര്, സ്ത്രീകൾ. ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊന്നും ഇങ്ങനല്ല. കാരണം ഭയങ്കരമായിട്ട് കൊളാബറേറ്റ് ചെയ്യും പുരുഷന്മാർ, എല്ലാത്തിനും എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഫുൾ സപ്പോർട്ടാണ്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരിടത്തിൽ നിന്ന് എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഓർഡർ ചെയ്യത്തേ ഉള്ളൂ. വലിയൊരു വീട്ടിൽ ഹസ്ബൻഡ് ഫ്രണ്ടിലത്തെ മുറിയിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യുവാണ്, അടുക്കള ദൂരെയാണ്. പിന്നെ പുള്ളി വൈഫിനെ വിളിച്ചു, എടേ എന്ന് വിളിച്ചു, കേട്ടില്ല. കാരണം അത്രയും വലിയ വീടാണ്. അപ്പൊ ഉറക്കം വിളിച്ചു, എടേ ഉറക്കം വിളിച്ചു. അപ്പൊ പുള്ളിക്കാരി കേട്ടു, എന്താ ചേട്ടാ, എന്ത് അത്യാവശ്യം ഇനി വാങ്ങ. 1 കിലോമീറ്റർ അകലെയാണ്, ഒരു നില വീടാണ്, ദൂരെയുള്ള അടുക്കളയിൽ നിന്ന് പുള്ളിക്കാരി എന്ത് ചെയ്തു, മീൻ വെട്ടിക്കൊണ്ടിരുന്ന പെട്ടെന്നൊക്കെ മാറ്റി കഴുകി കൈയൊക്കെ തുടച്ച് ഓടി വന്നു. ഈ പേപ്പർ ഞാൻ എടുത്തു സ്നേഹമുള്ള ഇതിനൊക്കെയുള്ള ഒരു രീതിയിലാണ് ലോകം എന്ത് ചെയ്യുന്നത്, പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ സന്തുലിതമായ ഇത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ തിരുമേനി പറഞ്ഞ ഒരു ചിന്തയോടുകൂടെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ആരംഭം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇൻഫർമേഷൻ എല്ലാം വിരൽ തുമ്പിലാണ്, വളരെ ഈസിയാണ് കാര്യങ്ങൾ. പാടില്ല എപ്പോഴും നമുക്ക് ഒറ്റയടിക്ക് ഒരൊറ്റ ക്ലിക്കിന് എന്ത് ചെയ്യും, എല്ലാം കിട്ടും. ഞാൻ നമ്മുടെ ഈ നോട്ട് എനിക്ക് ഇവിടെ അയച്ചു തന്നപ്പോൾ ഞാൻ അതിന് പവർ പോയിന്റ് ഉണ്ടാക്കാൻ ഞാനത് നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുമ്പോൾ ആപ്പിനകത്ത് കയറി അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പ്രിപ്പയർ ചെയ്ത പവർ പോയിന്റ് എന്ന് പറഞ്ഞു, ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് PDF ആക്കി നിങ്ങൾക്ക് അയച്ചു. 5 മിനിറ്റിന്റെ പരിപാടി പവർ പോയിന്റ് ആയി. അപ്പൊ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം, സംസാരിക്കാൻ പഠിക്കാം. നമുക്ക് സംസാരിക്കാൻ പഠിക്കാം, മിണ്ടാൻ പഠിക്കാം, കൂട്ടുകൂടാൻ പഠിക്കാം, സ്നേഹിക്കാൻ പഠിക്കാം എന്നൊക്കെയാണ് ആര് പറയുന്നത്, മാർപ്പാപ്പ തിരുമേനി പറയുന്നത്. ബുക്കും പേനയും ഉണ്ടല്ലോ. ഞാനൊരു ടെസ്റ്റ് പറയാമേ, പെട്ടെന്ന് ചെയ്യണേ. സ്പീഡ് ടെസ്റ്റ് ആണ്. ഇനി ഫോൺ ഉള്ളവർ ഫോണിൽ ചെയ്താൽ മതി, വേർഡ് കാണാൻ ഓപ്പൺ ചെയ്താൽ മതി. റെഡി? സ്പീഡ് ടെസ്റ്റ് ആണ്. പെട്ടെന്ന് ഡ്രോ എ ലൈൻ, പെട്ടെന്ന് ഒരു വര വരയ്ക്കണം. ഈ ഫോണിൽ തന്നെ ഡോട്ട് ഇട്ടാൽ മതി. ഡ്രോ എ ലൈൻ,
Write the first letter and the last letter of your name in the beginning and at the end of the line. Very good. എന്നെ നോക്കിക്കോ. Thank you very much. Ready? Okay. അപ്പം സ്പീഡ് കുറച്ചും കൂടെ കൂടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സെക്കൻഡ് സ്പീഡ് ടെസ്റ്റ്. പേന ബുക്കും പേപ്പർ ഫോണും എല്ലാം റെഡി ആണല്ലോ. ഡ്രോ എ ലൈൻ. അഞ്ചാറ് ഡോട്ട് ഇട്ടാ മതി. Write the first letter and last letter of your mother's name in the beginning and at the end of the line. സ്പീഡ് കുറച്ചും കൂടെ കൂടുമോ എന്ന് നോക്കാം. തേർഡ് സ്പീഡ് ടെസ്റ്റ്. ഓക്കെ, വരാൻ പറഞ്ഞ ഡോട്ട് മതി കേട്ടോ. ഡ്രോ എ ലൈൻ. അഞ്ചാറ് ഡോട്ട്. Write the first letter and last letter of your father's name in the beginning and at the end of the line. ഇനി ബുക്കും പേനയും ഫോണും എല്ലാം ഓഫ് ചെയ്ത് വെച്ചു. ആർക്കെങ്കിലും ശരിയായോ എന്ന് ഞാൻ നോക്കട്ടെ. എല്ലായിടത്തും വെച്ചു. ഇനി നോക്കണ്ടേ? ഇന്ന് നോക്കണ്ടേ? എല്ലായിടത്തും വെച്ചു. അപ്പൊ ജോജു ജെ വര യു, മേരി ആണെങ്കിൽ എം വര വൈ, സീതയാണെങ്കിൽ എസ് വര എ. എല്ലാം തെറ്റാണ്. ഇതെല്ലാം തെറ്റാണ്. വേറെ ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. Draw a line, write the first letter and last letter in the beginning. J U വര J U. മേരി ആണെങ്കിൽ എം വൈ വര എം വൈ. ആർക്കെങ്കിലും ശരിയായോ? പ്രിയപ്പെട്ടവരെ, എത്ര ലളിതമായ കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കേൾക്കുന്നില്ല. ഇച്ചിരി കൂടെ വോളിയം വയ്ക്കാൻ പറ്റുമോ? പ്ലീസ്. ഞാൻ സ്ട്രെയിൻ എടുക്കേണ്ടി വരത്തില്ല. പ്ലീസ്. പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡ്രോ എ ലൈൻ, റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഓഫ് യുവർ നെയിം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എന്തോ പറയും? നമ്മൾ ശ്രദ്ധ നിർത്തി. കൊച്ചു പറയുവാണ് അമ്മ സ്കൂളിൽ പിക്നിക്ക് 500 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷൗട്ട് ചെയ്യും. പക്ഷെ ഞാൻ പോകുന്നില്ലെന്നാണ് അവൻ അടുത്ത സെന്റൻസ് പറയാൻ തുടങ്ങിയത്. കാരണം നമ്മൾ കോവളത്തെ വെക്കേഷന് പോയായിരുന്നല്ലോ. ഞാൻ പോകുന്നില്ല. പക്ഷെ അതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് തുടങ്ങും? അതാ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി കേട്ട് എന്ത് ചെയ്തിരിക്കുക, വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമ്മ സ്കൂളിലെ പിക്നിക്ക് 500 രൂപ കോവളം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മുഖമൊക്കെ എന്ത് ചെയ്തു? മാറി. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന് അടുക്കളയിലോട്ട് വന്നു കേട്ടോ. സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വന്ന് ചേച്ചി മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കുക. ചേച്ചി അടുത്ത് ചോദിച്ചു, ചേച്ചി വാട്ട് ഈസ് സെക്സ്? എന്താ സെക്സ്? ചേച്ചിയുടെ കയ്യിൽ ഫോണെന്ന് ചോദിച്ചു. കൊച്ചു കുട്ടിയുടെ വായിൽ വലിയ ചോദ്യം. നീ പോയി അമ്മയെടുത്ത് ചോദിക്കാൻ പറഞ്ഞു. ഓടി പോയി അമ്മയെടുത്ത് ചോദിക്കുക. അമ്മ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുക. അമ്മയെടുത്ത് ചോദിച്ചു, അമ്മ വാട്ട് ഈസ് സെക്സ്? അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ ഉള്ളക്കിഴങ്ങ് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കയ്യിൽ ഉള്ളക്കിഴങ്ങ് ചോദി. നീ പപ്പ എടുത്ത് ചോദിക്കാൻ പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് ആര് വന്നു? അപ്പൻ വന്നു. അപ്പൻ വന്നപ്പോ പുള്ളി ചോദിച്ചോണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വന്ന് മറുപടി പറയാം. പുള്ളിയുടെ ഫ്രണ്ട് ഡോക്ടറിനെ ഒക്കെ വിളിച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് സെക്സ് എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറായി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അച്ഛൻ, ഇത് അമ്മ, ഞങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹമാണ് ആര്? നീ. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹമാണ് സെക്സ്. അച്ഛൻ തമ്മിലുള്ള ഈ സ്നേഹത്തിലൂടെയാണ് കുഞ്ഞുവാവ വരുന്നത്. കൊച്ചു ചോദിക്കുക, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ എഴുതുമെന്ന്. അവൻ അവന്റെ പുറകെ ഇരുന്ന പേപ്പർ എടുത്ത് കാണിച്ചു. സ്കൂളിൽ നിന്ന് ഒരു പേപ്പർ കൊടുത്ത് വിട്ടിരിക്കുക. നെയിം എഴുതി, ഏജ് എഴുതി, അടിയില് സെക്സ് എന്തോ എഴുതണമെന്ന് എന്ത് ചെയ്യാൻ വയ്യ? അറിയാൻ വയ്യ. എവിടെയായി തെറ്റ് പറ്റുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യമെന്നൊന്നും ചോദിക്കാൻ നമുക്ക് പറ്റിയില്ല. അവനൊരു ചോദ്യം ചോദിച്ചു കേട്ടപ്പോഴത്തേക്ക് തന്നെ നമ്മൾ എന്ത് തുടങ്ങുക? നമ്മൾ ഉത്തരം പറയാൻ വേണ്ടി ആരംഭിക്കും. പലപ്പോഴും നമ്മുടെ പേരന്റിങ്ങിനകത്തൊക്കെ നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും വേണ്ടതുപോലെ ആശയവിനിമയം നടത്താത്തത് കൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത്? വലിയ പരാജയങ്ങൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികളെല്ലാം പഠിക്കുന്നത് കേട്ടല്ല, ഇമിറ്റേറ്റ് ചെയ്താണ്. They learn by imitating. For example, പഴം. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് പഴം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. തമിഴ്നാട്ടിലോ ഒരു കുട്ടിക്ക് പോലും പഴം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എന്തില്ല? ഇല്ല. അവരത് വരെ കേട്ടിട്ടില്ല. കേട്ട് ഒരു കൊച്ചു കേരളത്തിലെ ഒരു കുട്ടി പ്രോഗ്രാംഡ് ആയിരിക്കുവാണ് പഴമെന്ന് പറയാൻ. ഒരു ബുദ്ധിമുട്ടും അവനില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് വരും. പക്ഷെ തമിഴ്നാട്ടിലെ ഒരു കുട്ടി പോലും ഴ എന്ന് പറയുന്ന ശബ്ദം കേൾക്കാതിരിക്കുന്നത് കൊണ്ട്, അവർ പ്രോഗ്രാംഡ് ആവാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഴ എന്ന് പറയുന്ന സൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറയാൻ പറ്റുന്നില്ല. കരിക്കട്ട തീക്കട്ടെ ആവാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലതും ചെയ്യണോ? വേണ്ട. തീക്കട്ടയുടെ നടക്ക് പോയി ചാടിയാൽ മതി. ഇരുമ്പിന് കാന്തമാവാൻ വല്ല ഡാൻസ് വല്ലതും കളിക്കണം? വേണ്ട. കാന്തത്തിന്റെ അടുത്ത് പോയി എന്ത് ചെയ്യുക?
ഒട്ടിയിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവാൻ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. നമ്മളെടുത്ത് എന്ത് ചെയ്യുക? ഒട്ടിയിരിക്കുക. പക്ഷെ നമ്മൾ ആദ്യം എന്താവണം? തീയാവണം. നമ്മൾ കാന്തമാവണം. എങ്കിലേ എന്ത് ചെയ്യൂ? കുട്ടി തീയാവും, കാന്തമാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു നൈർമല്യവും വിശുദ്ധിയും നമ്മുടെ മക്കളിലേക്ക് എന്ത് ചെയ്യണം? ഒഴുകണം. അതാണ് എന്ത്? പേരന്റിങ്. ഡോക്ടർ കോത്താരി ഇന്ത്യയിലെ വലിയ ചിന്തകനായിരുന്നു കേട്ടോ. വലിയ ഒരു മഹാപ്രതിഭാശാലിയായ ചിന്തകൻ. അദ്ദേഹമാണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ റിപ്പോർട്ട് എഴുതിയത്, ഡോക്ടർ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്. അതിന്റെ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ്: ഭാരതത്തിന്റെ ഭാവി ഭാഗതയിൽ രൂപപ്പെടുന്നത് നമ്മുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സെന്റൻസോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അത് തുടങ്ങുന്നത്. ഭാരതത്തിന്റെ ഭാവി ഭാഗതയിൽ രൂപപ്പെടുന്നത് നമ്മുടെ ക്ലാസ് മുറികളിലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ അദ്ദേഹം ഈ റിപ്പോർട്ട് എഴുതുന്നതിന് മുമ്പ് വിദ്യാഭ്യാസത്തിനെ ഒന്ന് നിർവചിച്ചു. എന്താണ് നിർവചനം അദ്ദേഹം കൊടുത്തത്? അധ്യാപകന്റെ പക്വത പ്രാപിച്ച വ്യക്തിത്വം പക്വത പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലോട്ട് പകരപ്പെടുന്നതാണ് വിദ്യാഭ്യാസം. ഇതാണ് അദ്ദേഹം പറഞ്ഞ നിർവചനം. അധ്യാപകന്റെ പക്വത പ്രാപിച്ച വ്യക്തിത്വം പക്വത പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലോട്ട് പകരപ്പെടുന്നത്. അപ്പൊ എന്താണ് പേരന്റിങ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന്റെയും അമ്മയുടെയും പക്വത പ്രാപിച്ച ഒരു ക്രിസ്ത്യൻ പേഴ്സണാലിറ്റി പക്വത പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് പകരപ്പെടുന്ന പ്രോസസ്സാണ് എന്ത്? പേരന്റിങ്. ഇപ്പൊ നമ്മൾ കരിക്കട്ടെ ആവാതെ അവർ തീക്കട്ടെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്തില്ല? ഒരു കാര്യമില്ല. നമ്മൾ കാന്തമാവാതെ അവര് കാന്തമാവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാറ്റം എവിടെയാണ് തുടങ്ങേണ്ടത്? നമ്മുടെ ഉള്ളിലാണ് തുടങ്ങേണ്ടത്. ഒരു ടീച്ചർ സ്റ്റോറി എന്ന് പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം തന്നെയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് കേട്ടോ. റെഡി? ഒരിക്കലും ഒരു ടീച്ചർ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്ന് വന്ന് കരയുക. ഹസ്ബൻഡ് ആണെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കുക. ഉടനെ ഹസ്ബൻഡ് ചോദിച്ചു, നീ എന്താ കരയുന്നത്? എന്ത് പറ്റി? മൊബൈലിൽ നോക്കി ടൈപ്പ് ചെയ്തുകൊണ്ട് പുള്ളി ചോദിക്കുന്നത്. ഐ കോണ്ടാക്ട് ഇല്ല വൈഫുമായിട്ട്. എന്നാ വൈഫ് പറയുക, ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. എന്നാലും പറ, എന്താ കരയുന്നത്? അപ്പോഴും പുള്ളി വാട്സാപ്പ് ഒക്കെ നോക്കിക്കൊണ്ട് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടാണ് ചോദ്യം. രാത്രി അസമയമായി, 11:30 മണിയായി. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം? അന്നേരം ഉടനെ കുട്ടികളെ കൊണ്ടെല്ലാം എഴുതിപ്പിച്ചപ്പോൾ ഒരു കുട്ടി എഴുതി, എനിക്കൊരു മൊബൈൽ ഫോൺ ആകാനാണ് ആഗ്രഹമെന്ന്. എന്താ അങ്ങനെ എഴുതിയത്? അല്ല, എപ്പോഴും അവന്റെ പപ്പയുടെ കയ്യിൽ മൊബൈൽ ഫോണാണ്, അതുകൊണ്ട് എപ്പോഴും പപ്പയുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ഒരു മൊബൈൽ ഫോൺ ആയിരുന്നെങ്കിൽ പപ്പ എന്നെ എന്ത് ചെയ്യുമായിരുന്നു? തൊടുമായിരുന്നു എന്നാണ് കുട്ടി എന്ത് ചെയ്തത്? എഴുതിയത്. പിന്നെ ഈ ക്ലാസ്സിൽ ഒരു കുട്ടി അങ്ങനെ എഴുതിയത്, നീ എന്തിനാ കരയുന്നതെന്ന്. അത് നമ്മുടെ കുഞ്ഞ് തന്നെ എഴുതിയത്. ഇവരുടെ കുഞ്ഞ് എവിടാ പഠിക്കുന്നത്? ആ സ്കൂളിലാണ് പഠിക്കുന്നത്. രാത്രി 11:30 ആയിട്ട് പുള്ളി എന്ത് ചെയ്യുവാണ്? മൊബൈൽ ഫോണിലാണ്. കൊച്ചിനെ തൊടാനൊന്നും സമയമില്ല. കുഞ്ഞിന് ഒത്തിരി റിക്വയർമെന്റ്സ് ഉണ്ട്. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഡെലിവറി എല്ലാം ശാന്തമ മാത്യു ആയിരുന്നു കേട്ടോ, റിഡൻസിലെ. അപ്പൊ ശാന്തമ മാത്യു പറയുമായിരുന്നു, കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേറെ ആരെ ഏൽപ്പിക്കരുത്, ദീപ്തി തന്നെ കുളിപ്പിക്കണം, ദീപ്തി തന്നെ എണ്ണയിടണം, ദീപ്തി തന്നെ കുളിപ്പിക്കണം, പറ്റുന്നത് പോലെ ചെയ്യണം. കാരണം അത് ടച്ച് തെറാപ്പിയാണ്. നമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെ കുഞ്ഞിനെ തൊടുമ്പോഴാണ്, കുഞ്ഞിന്റെ ദേഹത്ത് എണ്ണ തേക്കുമ്പോഴാണ്, കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുമ്പോഴാണ്. കുഞ്ഞ് അമ്മയെ കാണുന്നില്ല, അമ്മയുടെ മണമാണ് ആദ്യം അറിയുന്നത്. കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ ജനിച്ചു വളർന്ന സമയത്ത്. അവർ കളർ മാത്രമേ എന്ത് ചെയ്യുന്നു കാണുന്നു. അവർക്ക് ഐസൈറ്റ് ഇല്ല. അവർ ആ മണമാണ് തിരിച്ചറിയുന്നത്. അമ്മയുടെ മണമാണ്, അമ്മയുടെ ചൂടാണ് കുഞ്ഞ് തിരിച്ചറിയുന്നത്. ആടുകളുടെ ചൂടറിയുന്ന വൈദികരുണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, ആടുകളുടെ ചൂടറിയുന്ന വൈദികർ ഉണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ മക്കള് മാതാപിതാക്കന്മാരുടെ ചൂട് അറിഞ്ഞ്, അവരുടെ ആ ഒരു ഹൃദയത്തിന്റെ മിടിപ്പ് അറിഞ്ഞ് വളരണം എന്നുള്ളതാണ് ശാന്തമ്മ മാത്യു പറഞ്ഞത്. അപ്പം പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് രാത്രി ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ പേരന്റിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ പറയുമ്പം യങ്സ്റ്റേഴ്സ് എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. നമ്മുടെ ലോണിൻ്റെതായിട്ടുള്ള ജോലിയുടേതായിട്ടുള്ള എങ്ങോട്ട് പോയാലും എന്താണ് സ്ട്രെസ്സാണ്. രണ്ടധികം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഈ വാറ്, അമേരിക്കയിലൊക്കെ വാറ് വന്നെങ്കിലും ഇറാനിലാണ് വാറ് നടക്കുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാത്തിനും എന്ത് കൂടി, വില കൂടി. ഒത്തിരി പേരുടെ ജോലിയൊക്കെ എന്ത് ചെയ്തു? പോയി.
അപ്പം പ്രത്യേകിച്ച് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെന്താണ്, അവരുടെ നെറ്റൊക്കെ ഈ ദിവസങ്ങളിൽ കട്ടാവും, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പേടിക്കണ്ട എന്നൊക്കെ വിളിച്ച് പറയുവാണ്. അമേരിക്കയിൽ ഓയിലിന്റെ വില ഡബിളായി, വിമാന ടിക്കറ്റ് എന്തായി ഡബിളായി, നമ്മുടെ വിമാന ടിക്കറ്റ് എന്തായി ഡബിളായി. ഈ എയർ ഫ്യൂവലിനൊക്കെ വില ഭയങ്കരമായിട്ട് കൂടി. ഭയങ്കരമായ ഒരു സ്ട്രെസ്സിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മിസ്സായി പോകും? ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമുക്ക് മിസ്സായി പോകും. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കാൻ, അവരുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കാൻ, അവരുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റിനെ കൊടുക്കാൻ, അവരുടെ ഉള്ളിൽ ഹോളി ട്രിനിറ്റിയോടുള്ള സ്നേഹം വളർത്താൻ, യേശുവിനോട് കൂട്ടുകൂടാൻ അവരെ പഠിപ്പിക്കാൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ, നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണെന്ന് ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ ഈ ഭൂമി അല്ല നമ്മുടെ ശാശ്വതമായ ഭവനമെന്ന് ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ പ്രധാനപ്പെട്ട റൂള് ദൈവസ്നേഹവും സഹോദര സ്നേഹവും മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കാൻ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് അവരെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കാൻ, നമ്മുടെ സ്നേഹത്തിന്റെ ആ ഒരു സർക്കിളിൽ നിന്ന്, നമ്മുടെ പ്രാർത്ഥനയുടെ സർക്കിളിൽ നിന്ന് ഒരാളെയും മാറ്റി നിർത്തരുത് എന്നൊക്കെ പഠിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് എന്ത് കിട്ടത്തില്ല, സമയം കിട്ടത്തില്ല. ബാക്കി അതർവൈസ് നമ്മൾ എന്തായി പോകും? ഭയങ്കരമായിട്ട് ബിസി ആയി പോകും. ഒരു ഭയങ്കര പട്ടിണി കിടന്ന ഒരമ്മ, ഭയങ്കര പട്ടിണിയാണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ദൈവത്തോട് പോലും പരാതിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. നെഞ്ചിൽ ഒരു തുള്ളി പാലില്ല നെഞ്ചത്ത്. ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി ദിവസമായി. ഈ കുഞ്ഞിനൊന്നും കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞ് നിലവിളിക്കുന്നു. അപ്പൊ ഇങ്ങനെ ദൈവത്തെ പോലും ഇങ്ങനെ വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞ സമയത്ത് ഒരു ശബ്ദം കേൾക്കുവാണ്, നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ പാറയുടെ അടുത്തോട്ട് ചെല്ല്. പാറയുടെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് അകത്തോട്ട് കയറി. അപ്പൊ പാറ പിളർന്ന് വാതിലായി. അകത്ത് കയറിക്കണം. അപ്പൊ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൗണ്ട് പറയുവാണ്, നിനക്ക് വേണ്ടതെല്ലാം എടുത്തോളാൻ. പക്ഷെ 3 times എന്ത് ചെയ്യാൻ പറ്റൂ? പുറത്തിറങ്ങാൻ പറ്റും. കൊച്ചിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തോട്ട് ഇരുത്തിയിട്ട് പുള്ളിക്കാരി കുറച്ച് നോട്ട് കെട്ടുകൾ, സ്വർണം, ഇങ്ങനെയുള്ള പ്രഷ്യസ് സാധനങ്ങളെല്ലാം കിടക്കും. കുറെ നോട്ട് കെട്ടുകളൊക്കെ വാരി എന്ത് ചെയ്തു? ഓടിപ്പോയി പുറത്തോട്ട് കൊണ്ടിട്ടു. അപ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കുവാൻ ഈ 2 തവണയേ ഉള്ളൂ. ഏറ്റവും മൂല്യമുള്ള സാധനങ്ങളൊക്കെ എടുക്ക് എന്നാണ് സൗണ്ട്. ഉടനെ എന്താണ് പുള്ളിക്കാരി പൈസയെക്കാട്ടിൽ വിലയുള്ള സ്വർണ്ണമൊക്കെ അല്ലേ, കുറെ സ്വർണ്ണമെല്ലാം കൂടെ വാരി ഓടി പുറത്തോട്ട് കൊണ്ടിട്ട് ചാടി വീണ്ടും അത് കയറിയപ്പോഴത്തേക്ക് പോകും. ഇനി ഒരു തവണയൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. ഏറ്റവും മൂല്യമുള്ള സാധനങ്ങളൊക്കെ എടുക്ക്. അപ്പൊ ഈ സ്വർണ്ണത്തെക്കാളും മൂല്യമുള്ള എന്താണ്? ഓടിച്ചത് കുറെ പവിഴം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സാരിയൊക്കെ ഇങ്ങനെ പിടിച്ച് വാരി കൂട്ടി ഓടി പുറത്തങ്ങോട്ട് എത്തി അയച്ചയച്ച് നിന്നു. വാതിൽ എന്ത് ചെയ്തു പോയി? അടഞ്ഞു പോയി. ഇനി എവിടെ ആയിപ്പോയി? അകത്തെ എന്ന് പറയുന്ന പോലെ ഒരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ 100 കാര്യങ്ങളിലേക്ക് പിന്നാലെ എന്ത് ചെയ്യുന്നതിന്റെ ഓടുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു ആന്തരികമായ ഒരു വ്യക്തിത്വം, ആഴമായ ഒരു പേഴ്സണാലിറ്റി രൂപീകരിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് ആമുഖം. ഈ ഡേറ്റയുടെയൊക്കെ ഭയങ്കര ഒരു ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും മിണ്ടാനും വർത്തമാനം പറയാനും ഔട്ടിങ്ങിന് പോകാനും ഒക്കെ നമുക്ക് എന്തുണ്ടാകണം? സമയമുണ്ടാകണം. കുട്ടികളുടെ കൂടെ വേറെ ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കാനും കളിക്കാനും സമയമുണ്ടാകണം. അതാണ് ക്വാളിറ്റി പേരന്റിങ്. വേറെ ഒന്നും ചെയ്യാനില്ലാതെ പിള്ളേരുടെ കൂടെ ചുമ്മാതെ എന്ത് ചെയ്യുക? ഇരിക്കുക, ചിരിക്കുക, കളിക്കുക, അവരുടെ കൂടെ ഔട്ടിങ്ങിന് പോവുക. അങ്ങനെയുള്ള സംഭവമാണ് യഥാർത്ഥമായ പേരന്റിങ്. കൂട്ടത്തിൽ ഞാൻ കുട്ടികളുടെ നീഡ്സും കൂടെ പറയണ്ടോ. അവരുടെ ഏറ്റവും വലിയ നീഡ് എന്താണ്? ലവ് നീഡാണ്. സ്നേഹമാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. ടച്ചാണ് രണ്ടാമത്തെ വേറൊരു സാധനം. മൂന്നാമത്തെ കാര്യം പോസിറ്റീവ് സ്ട്രോക്സ് ആണ്. കൊള്ളാം, മിടുക്കനാണ്, നന്നായി വരും, ദൈവത്തിന്റെ കുഞ്ഞ്, അതൊക്കെ നിരന്തരം എന്ത് ചെയ്യണം? പറയണം. നാലാമത്തെ വലിയൊരു ആവശ്യമാണ് എന്ത്? ടൈം, ക്വാളിറ്റി ടൈം കൊടുക്കണം. അഞ്ചാമത്തെ ഭയങ്കര ഒരു സംഭവമാണ് എന്ത്? പ്രൊട്ടക്ഷൻ കൊടുക്കണം. നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒന്നും വീട്ടിൽ പിള്ളേരെ ചുമ്മാ കൊണ്ട് എന്ത് ചെയ്ത് കളയരുത്? നിർത്തിക്കളയരുത്. കാരണം കൊച്ചു കുട്ടികൾ പോലും ഉപദ്രവിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. കണക്കുകളൊക്കെ പറയുന്നത് അപരിചിതരല്ല കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ആരാണ്? പരിചിതരായിട്ടുള്ള ആളുകളാണ് കുട്ടികളെ. കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് അറിയാം. പലപ്പോഴും അപരിചിതരിൽ നല്ല കുട്ടികൾക്ക് പരിക്കേൽക്കുന്നത്. കുട്ടിക്കാലത്തൊക്കെ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും അവരെ ശാരീരികമായിട്ടൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടും. ബാഡ് ടച്ചൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഭാവിയിലെ ഫാമിലി ലൈഫും ഒക്കെ അഫക്റ്റഡ് ആവാനുള്ള വലിയ സാധ്യതയുണ്ട്. അവർക്കൊരു ആന്തരിക സൗഖ്യം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഡിസ്റ്റോർട്ടഡ് ആയി പോകുന്നത് മാത്രമല്ല, ഈ പെയിൻസ് എല്ലാം അവരെന്ത് ചെയ്യും?
അടുത്ത തലമുറയിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുകയും ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പം ഇനി ഇതാണ് ഒന്നാമത് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലഘട്ടത്തിൽ സമയം നമ്മൾ കണ്ടെത്തണം. പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും മിണ്ടാനും ഔട്ടിങ്ങിന് പോകാനും പുറത്ത് പോയി കഴിക്കാനും വല്ലപ്പോഴും വെക്കേഷന് കുട്ടികളെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാനും ടൂറിനും ഔട്ടിങ്ങിനും ഒക്കെ കൊണ്ടുപോകാനും നമ്മൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. പ്രാർത്ഥന, ധ്യാനം, കുട്ടികളുടെ ധ്യാനം എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം വേണം കേട്ടോ. അത് മാത്രമല്ല അല്ലാതുള്ള യാത്രകളും എന്ത് ചെയ്യണം, വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രകളിലൊക്കെയാണ് അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബോണ്ട് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഇങ്ങനെയൊക്കെ ഇവരെ പുറത്ത് കൊണ്ടുപോവുകയും നടക്കാൻ പോകുമ്പോഴും ഔട്ടിങ്ങിന് പോകുമ്പോഴും പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെയാണ് കുട്ടികളുടെ മനസ്സ് അവരെന്ത് ചെയ്യുന്നത്, ഉണർത്തുന്നത്. ഭയങ്കര സജസ്റ്റബിൾ ആയിരിക്കും ആ സമയങ്ങളിൽ. നമ്മുടെ പഴയ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അവര് കല്ലിൽ എഴുതി വെക്കുന്നത് പോലെ അവരവരുടെ ഹൃദയത്തിൽ ആ അനുഭവങ്ങളൊക്കെ എഴുതി വെക്കും. ഇങ്ങനെയൊക്കെയുള്ള സമയം കാരണം അവർ ഭയങ്കര ഓപ്പണാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർക്ക് ഭയങ്കര ഒരു സ്നേഹത്തിന്റെ സമയമാണ് ആ സമയം. ഓക്കെ, രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കുടുംബ ജീവിതം ഒരു ദൈവ വിളിയാണ്. ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള വെളി ലഭിച്ചവർക്ക് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിവാഹ ജീവിതത്തിനകത്തോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. ചെറിയൊരു കളിയല്ല. ഒരു വൈദികനാകുന്നത് പോലെ, ഒരു സിസ്റ്റർ ആകുന്നത് പോലെ ദൈവം ഹാൻഡ് പിക്ക് ചെയ്യുന്ന ഒരു ചെറുക്കനും പെണ്ണുമാണ് കല്യാണം കഴിച്ച് ഹസ്ബൻഡും വൈഫും എന്ത് ചെയ്യുന്നത്, ആകുന്നത്. നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തോന്നുമെന്ന്, ആകസ്മികമായിട്ടൊക്കെ സംഭവിച്ചെന്നൊക്കെ തോന്നുമെന്നുണ്ടെങ്കിലും ഒന്നും എന്തല്ല, ആകസ്മികമായി സംഭവിച്ചതല്ല. ജർമ്മനി 21:11 എനിക്ക് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. അത് ഒരു ക്ഷേമത്തിനുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തിന്റെ ആ ഒരു ക്ഷേമത്തിന്റെ പദ്ധതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരേജ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. മേ ബി ഹസ്ബൻഡും വൈഫും ഓപ്പോസിറ്റ് സ്വഭാവക്കാരായിരിക്കാം. പലപ്പോഴും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു അടുക്കി കിട്ടുകയില്ല. പക്ഷെ എന്റെ വൈഫ് ദീപ്തിക്കാണെങ്കിൽ എല്ലാം അടുക്കി പറക്കി വെക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കാനും പറ്റത്തില്ല, വായിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം അടുക്കി പറയും. ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, വന്നേക്കാം. അത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ്, വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, കൂടുതൽ വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടി. അപ്പം ബൈബിള് ഒരു ദിവസം ലേഖനത്തിൽ പറയുന്നില്ലേ, പ്രാർത്ഥിക്കുന്ന ഭർത്താവിലൂടെ ഭാര്യയും കൂടുതൽ വിശദീകരിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന ഭർത്താവിലൂടെ പ്രാർത്ഥിക്കാത്ത ഭാര്യയും കൂടെ എന്ത് ചെയ്യപ്പെടും, വിശദീകരിക്കപ്പെടും എന്ന് പറയുന്ന പോലെ ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് എന്താണ് സ്വഭാവത്തിൽ പലപ്പോഴും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ സ്നേഹത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഈ വ്യക്തിയെ കുറച്ചുകൂടെ ഒരു പൂർണ്ണതയിലേക്ക് എന്ത് ചെയ്യുന്നതിനാണ്, പ്രവേശിക്കുന്നതിനാണെന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ശരിയായിട്ട് മനസ്സിലാക്കി. വലിയൊരു ദൈവം ഇത് പ്രിയപ്പെട്ട ഒരു അച്ഛനാകുന്നത് പോലെ ഈക്വലി വലുതാണെന്ത്, അപ്പനാകുന്നത്. ഒരു സിസ്റ്റർ ആകുന്നത് പോലെ തന്നെ വിലയുള്ള ദൈവവിളിയാണ് എന്ത്, ഒരു അമ്മയാകുന്നത്. ആക്ച്വലി എല്ലാ ദൈവവിളികളുടെയും അമ്മയാണ് ആര്, മാരേജ്. അതിലൂടെ ആരും വന്നത്, ലിയോ 14 പാപ്പയും വന്നത്, ജോൺ പോൾ 2 വന്നത്, ഫ്രാൻസിസ് പാപ്പയും വന്നത്, മദർ തെരേസയും വന്നത്, കൊച്ചു തെരേസയും വന്നത്. കൊച്ചു ത്രേസ്യയുടെ ഒരു കോട്ടുണ്ട് കേട്ടോ, ഒരു വിശുദ്ധൻ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിക്കാൻ എനിക്ക് പുസ്തകമൊന്നും വായിക്കണ്ടായിരുന്നു, എൻ്റെ അപ്പനെ നോക്കിയാൽ മതിയായിരുന്നു. ഒരു വിശുദ്ധൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നോക്കാൻ എനിക്ക് ആരെ നോക്കിയാൽ മതിയായിരുന്നു, എൻ്റെ അപ്പനെ നോക്കിയാൽ മതിയായിരുന്നു. നിങ്ങളെല്ലാവരും അറിയുന്നുണ്ടല്ലോ, ആ കുടുംബത്തിലെ ഓരോ ആളുകളും വിശുദ്ധിയുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ ഒരു ദൈവം കൂടിയാണ്. അനാദി കാലം മുമ്പേ ദൈവം എന്ത് ചെയ്തു, തിരഞ്ഞെടുത്തു. എന്നിട്ട് ഈ കുടുംബത്തിന്റെ പ്രത്യേകത, ഈ കുടുംബം പറഞ്ഞ ദൈവവിളിയുടെ പ്രത്യേകത എന്താണ്, ഭയങ്കര മാജിക്കലാണ്, ഗോഡ്ലി ആണ്, സ്പിരിച്വൽ ആണ്. എന്ത് ഈ ഫാമിലി ലൈഫിന്റെ ദൈവവിളി. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കാം. എന്റെ പപ്പയെക്കാളും അമ്മയെക്കാളും വേദനയാണ് ആർക്ക്, ദീപ്തിക്ക്. ഇത് ഭയങ്കര അത്ഭുതകരമായ ഒരു സാധനമല്ലേ. ഇതുവരെ നമുക്ക് എന്താണ്, പപ്പയും മമ്മിയും ആയിരുന്നു എല്ലാം. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജീവിത പങ്കാളി വരുവാണ്. കല്യാണം കഴിഞ്ഞ് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ആക്സിഡന്റ് പറ്റുവാണെങ്കിൽ ഫുൾ ടൈം കൂടിയിരിക്കുന്നത് ആരാ, ജീവിത പങ്കാളി. അപ്പനും അമ്മയൊക്കെ ഇരിക്കും, സ്നേഹവും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു ഭയങ്കര അത്ഭുതകരമായ ഒരു കണക്ഷൻ ദൈവം എന്ത് ചെയ്യുവാണ്, സ്ഥാപിക്കുക. ഈ ഫാമിലി പോലെ ഉള്ള വേറൊരു സംവിധാനം ഒരിടത്തുമില്ല. കാരണം ഒരാൾക്ക് വേദന വന്നാൽ എല്ലാവർക്കും വേദന, ഒരാൾക്ക് സന്തോഷം വന്നാൽ എല്ലാവർക്കും സന്തോഷം.
ഇതാണ് ഫാമിലിയുടെ പ്രത്യേകത. ഭയങ്കരമായ ഒരു ബോണ്ടാണ്, സ്നേഹത്തിന്റെ ഒരു ചങ്ങലയാണ്. ഐഡന്റിക്കൽ ട്വിൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരാൾ കരഞ്ഞാൽ മറ്റേ ആൾ വീണ്ടും കരയും, ഒരാൾക്ക് പനി വന്നാൽ മറ്റേ ആൾ വീണ്ടും പനി വരും എന്ന് പറയുന്നവരാണ് എന്ത് ഫാമിലി. ഒരു ഫീലിംഗ് ഒരു കോർണറിൽ വന്നാൽ അങ്ങേറ്റം വരും. കാശ്മീരിൽ മഞ്ഞ് വീണാൽ കന്യാകുമാരിയുടെ നെഞ്ചു പിടയ്ക്കണമെന്ന് പറഞ്ഞൊരു പേട്രിയോട്ടിക് സോങ് ഉണ്ട്. കാശ്മീരിൽ മഞ്ഞ് വീണാൽ കന്യാകുമാരിയുടെ നെഞ്ചു പിടയ്ക്കണമെന്ന്. അത് കുടുംബത്തിൽ കന്യാകുമാരിയുടെ നെഞ്ചൊന്നും എന്ത് ചെയ്യത്തില്ല, പിടയ്ക്കത്തില്ല. പക്ഷെ കുടുംബത്തിൽ അത് സംഭവിക്കും. എവിടെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വേദനയായി. യുണീക്ക് ആയിട്ടുള്ള ഒരു സംവിധാനം ആര് സെറ്റ് ചെയ്തിരിക്കുന്നു? ദൈവം സെറ്റ് ചെയ്യുന്നു. ആ ദൈവത്തിന്റെ ഒരു വലിയ വലിയ ഒരു ഇതാണ്. അപ്പൊ അവിടെ നമ്മുടെ എന്താണ് മാസ്റ്റർ ആകുന്നതിന് പകരം നമ്മൾ എല്ലാവരുടെയും ആരാകണം? സെർവന്റ് ആകണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? മാസ്റ്റർ ആകുന്നതിന് പകരം ഇപ്പൊ ഹസ്ബൻഡ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡുമാരെല്ലാം ഒരു പണി തുടങ്ങും. എന്തോ പണി? ഓ, ഭാര്യ ഒട്ടും ശരിയല്ല, ഒന്ന് നന്നാക്കി എടുക്കണം. ഇതാണ് ഹസ്ബൻഡുമാര് തുടങ്ങുന്ന പണി. ഭാര്യമാര് എന്ത് പണി തുടങ്ങും? ഓ, ചേട്ടൻ ഇത്രയും നാളായിട്ട് കൂട്ടുകെട്ട് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ശരിയായിട്ടില്ല, ബൈബിൾ വായനയില്ല, പ്രാർത്ഥനയില്ല, പള്ളി വന്നാൽ കൈ കെട്ടി ഇങ്ങനെ മരം പോലെ നിൽക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് എന്ത് ചെയ്തെടുക്കണം, നന്നാക്കി എടുക്കണം. ഇങ്ങനെയുള്ള പണി തുടങ്ങുന്നതിന് വരെ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? ഈശോയെ നോക്കി നമ്മൾ നന്നാവുക. ഈശോയെ പോലെ ഈശോ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗുരുനാഥനുമായ ഞാൻ എന്ത് ചെയ്യുക? നിങ്ങളുടെ കാല് ലീഡർഷിപ്പാണ് യേശുവിൻ്റെത് കേട്ടോ. മിഷണറി മോട്ടിവേഷൻ ആൻഡ് സർവന്റ് ലീഡർഷിപ്പ് യേശുവിന്റെ പ്രത്യേകതയാണ്. എന്താ മിഷണറി മോട്ടിവേഷൻ? ലഭിക്കുന്ന പോസ്റ്റിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. ഞാൻ മാർട്ടിൻ സ്ട്രീം കോളേജിൽ എൻ്റെ പിള്ളേർക്കെല്ലാം ഞാൻ പറയും, നിങ്ങൾ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് മിഷണറി മോട്ടിവേഷൻ ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ഏത് അറ്റം വരെയും മിഷണറി മോട്ടിവേഷൻ. സർവന്റ് ലീഡർഷിപ്പ് എന്താണ്? സർവന്റ് ലീഡർഷിപ്പ് എവിടെ എന്തെങ്കിലും ഒരു കുറവ് കാണുവാണോ നമ്മൾ എന്ത് ചെയ്യുക? ഓടിച്ചെന്ന് അതങ്ങ് എന്ത് ചെയ്യുക? നികത്തുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ നമ്മൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യുക? അതൊക്കെ നികത്തുക.